പക്ഷേ ജൂലി ടൂർ തൂക്കും. കാരണം നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്ത് കണ്ടിക്കിയ. അത് അവൾ കരുതി കൂട്ടി പങ്കിളിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണേ. അതന്നെ പറഞ്ഞേ. അത് അവൾ ആരെ മുന്നിൽ ചെയ്യുന്നേ? മിസ്സിന്റെ മുന്നിൽ. അപ്പോ നീ വിചാരിച്ച പോലെ ചില്ലറക്കാരി ഒന്നല്ല ജോലി. അവൾ എന്തായാലും ഈ ടൂർ തൂക്കും. നോക്കിക്കോ. എന്നാലേ ഈ കാര്യത്തില് എന്റെ മോൻക്ക് തെറ്റി. ഇജ്ജ് വിചാരിക്കുന്ന പോലെ പൈങ്കിളി അത്ര സൈലന്റ് ഒന്നല്ല. ടൂർ ബസ് ആയോണ്ടാ മിണ്ടാ നിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അവള് കാലം വരെ നിലത്തടിക്കേനി. അതെനിക്ക് അറിയാലോ. പക്ഷേ ഈ ടൂറ് ജൂലി തൂക്കും. ജൂലി പറഞ്ഞ ചലഞ്ചില് ജൂലി ജയിക്കും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് എന്റെ ബെറ്റ്. നീ വേണമെങ്കിൽ ബെറ്റ് ചെയ്തോ. എന്നാ എന്റെ ബെറ്റ് കേട്ടോ. ഈ ടൂറ് പൈങ്കിളി തൂക്കും. എന്തായാലും ജൂലിക്ക് പണി കൊടുക്കുകയും ചെയ്യും. ഈ ചലഞ്ചിൽ ജയിക്കാൻ പോണത് പൈങ്കിളിയാണ്. ബെറ്റ്. ഞാനും ബെറ്റ്. കാത്തിരുന്ന് കാണാം. അല്ല ഇജ്ജ് പറയണ കേൾക്കുമ്പോ തോന്നല്ലോ ഇയ്യിപ്പോ ജൂലിന്റെ ഭാഗത്താണ്. തന്നെ പോടാർന്നേ. എനിക്കെന്താ പിരാന്തോ? ആവുന്നില്ല. ഞാന് നമ്മുടെ ടീം തന്നെ. വെറുതെ അവളെ പേരിൽ ബെറ്റ് വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ കണ്ടാ കൊള്ളാം. പിന്നെ അല്ലാണ്ട് അതൊക്കെ അത്രേ ഉള്ളൂ. അവളെന്നോട് സംസാരിക്കാൻ വന്നാൽ തന്നെ ഞാൻ അവളോട് കമാന്ന് രക്ഷണം മിണ്ടത്തില്ല. എന്നിട്ടാണോ ഇപ്പൊ അവളെ ടീമിൽ ചേരാൻ പോണേ? അല്ല അവളല്ലേ ചാലഞ്ച് ഒക്കെ ചെയ്തിരിക്കുന്നേ. ഈ ടൂർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാരും അവളെ കട്ട ഫ്രണ്ട്സ് ആവുന്നേ. അതാ നീയാണെങ്കിൽ ഇപ്പൊ തന്നെ അവളെ പേരിൽ ചാലഞ്ച് ഒക്കെ തുടങ്ങി. അതുകൊണ്ട് ചോദിച്ചതാ. എടാ പോടാ. ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി പറഞ്ഞതല്ലേ. വെറുതെ അല്ലേ. അതാ എന്തിനൊക്കെ പറയാന്ന് വിചാരിച്ച്. ഓക്കേ ഓക്കേ. ഐ നോ എടാ മൊയ്തീനെ. Huh?